ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു മേക്കപ്പ് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റിലെ ഫേസിലിട്ടത് സാലിസിലിക് ആസിഡാണ്. കാരണം എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അപ്പം പിമ്പിൾസിനൊക്കെ സാലിസിലിക് ആസിഡ് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ അക്വലോജിക്കയുടെ ഇലൂമിനേറ്റ് ലാഷ് സ്ട്രോബ് ക്രീം അതാണ് യൂസ് ചെയ്യുന്നത്. അതിടുമ്പോൾ ഭയങ്കര ഗ്ലോ ആണ് ഫേസിന്. ഞാൻ നോക്കിയിട്ടത് വരുന്നില്ല, തീരാറായി. കാരണം കുറേ നാളായി ഇത് വാങ്ങിയിട്ട് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ അടിപൊളി സാധനമാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് അത്ര വലിയ സംഭവം ഉള്ള സാധനങ്ങളൊന്നുമല്ല. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അപ്പം നിങ്ങൾ വലിയ ഹൈപ്പൊന്നും കൊടുത്ത് ഈ വീഡിയോ കാണില്ല. കാരണം എൻ്റെ കയ്യിൽ എല്ലാ പ്രോഡക്റ്റ്സൊന്നും ഇല്ല. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്. അതിൻ്റെ ചെറിയൊരു പാലറ്റാണ്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 180 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം നമ്മൾ എപ്പോഴും കൺസീലർ ഇടുമ്പം അതിനകത്ത് നല്ലൊരു ഓറഞ്ച് കളറുണ്ടല്ലോ. ഞാൻ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഓറഞ്ച് എടുത്തിടുന്നതാണ് കാണുന്നത്. ഒരു ഡസ്കി സ്കിൻ ടോണിന് ഓറഞ്ചിൻ്റെ ആവശ്യമില്ല. കാരണം അതിടുമ്പം ഗ്രേ ആവും ഫേസ്. അപ്പം നമുക്ക് എവിടെയാണോ ഡാർക്ക് സ്പോട്ട് ഉള്ളത് അവിടെ ഒരു കുറച്ച് ലൈറ്റ് കളറ് ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും. ഞാൻ ഇട്ട ഷെയ്ഡ് ഉണ്ടല്ലോ അതിടുന്നതാണ് എപ്പോഴും നല്ലത് ഡസ്കി സ്കിൻ ടോണിന്. ഇതിന് ഭയങ്കര കവറേജാണ് കേട്ടോ. 180 റുപ്പീസിന് ഇതൊരു വർത്ത് പ്രോഡക്റ്റാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോഴേ അറിയാം. കാരണം ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സംഭവം ആയാലും മതി. ഞാൻ എന്തോ ഒരു ഓഫറിന് വാങ്ങിച്ചായിരുന്നു. ഓഫറൊക്കെ ഉള്ളൊരു സമയത്ത് നമുക്കൊരു 150 റുപ്പീസിനൊക്കെ കിട്ടും ഇത്. പിന്നെ എനിക്ക് ബ്ലെൻഡറൊന്നുമില്ല, ബ്രഷില്ല. ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ അതാണ്. എനിക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ കവറേജ് കണ്ടോ, അടിപൊളി സാധനമാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വരുന്നത് 332 ആണ്. ഇത് ഞാൻ ലുലു പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. കാരണം ഫൗണ്ടേഷനൊക്കെ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഷെയ്ഡ് കറക്റ്റ് അല്ലെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 649 ആയിരുന്നു. പക്ഷേ നമ്മൾ നൈക്കിയെന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 400-450 റുപ്പീസിനൊക്കെ കിട്ടും. ലുലുവിൽ അറിയാമല്ലോ, കുറച്ച് എക്സ്പെൻസീവാണ് പോയി വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഫൗണ്ടേഷൻ എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റ്. ഇത് ഞാൻ നൈക്കയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി. ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഓരോന്നായിട്ടാണ് എല്ലാ പ്രോഡക്റ്റ്സ് വാങ്ങിയത്. അല്ലാതെ ഒരുമിച്ച് വാങ്ങിയതല്ല, കുറേ നാളെടുത്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ അറിയത്തില്ല, ഐബ്രോ ഫില്ല് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി എടുത്തിട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കാൻ പഠിച്ചത്. പിന്നെ എൻ്റെ 2 പിരികം തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരെണ്ണം നല്ല ഷേപ്പിലും ഒരെണ്ണം ഇച്ചിരി വളഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അറ്റത്തും തുടങ്ങരുത്. ഞാൻ മിഡിലിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് ഐബ്രോസ് പോയിട്ട് ഗ്യാപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ മൊത്തം നമ്മൾ വരച്ച് മറ്റേ കടൽ കൊച്ചൻ്റെ അങ്ങനെ ആകത്തില്ല. അപ്പം ഒരുവിധമൊക്കെ ഞാൻ ഒപ്പിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാമോ ഗൈസ്? ഓക്കെ, അപ്പോൾ ഒരുവിധമൊക്കെ സെറ്റായി. ഇനി ആ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ബ്ലാക്ക് അല്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ലാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെയാണ്, മെയ്ബ്ലിൻ ന്യൂയോർക്കിൻ്റെ ലാഷ് സെൻസേഷണൽ എന്ന് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനൊരു 800 അത്രയൊക്കെ ആയെന്ന് തോന്നുന്നു. അത്രയാണെന്ന് തോന്നുന്നു, 800 സംതിങ് ആയെന്ന് തോന്നുന്നു. ഇത്
അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നന്നായിട്ട് ലാഷ് നമുക്ക് തോന്നും. എനിക്ക് ലാഷ് ഉണ്ടെന്നാലും വലുതായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കത്തില്ല. പക്ഷേ ഇതിടുമ്പം അത്യാവശ്യം നല്ല ലാഷ് ഉള്ളത് തൊട്ട് തോന്നാറുണ്ട്. പിന്നെ അടുത്തത് ഐലൈനർ. അത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനർ ആ സംഭവമാണ്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് നൈക്കിന്ന് എന്തോ വാങ്ങിച്ചതാണ്. ഇത് പക്ഷേ ഇതിൻ്റെ റേറ്റ് എത്ര 240 എങ്ങാണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അവർ പറഞ്ഞത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ വാട്ടർ പ്രൂഫൊന്നും അല്ല. കുറച്ച് കഴിയുമ്പം ഇത് പോകുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ഇളക്കി പോകുന്നുണ്ട് ഈ സംഭവം. ഞാനങ്ങനെ കണ്ണങ്ങനൊന്നും എഴുതാറില്ല. കാരണം ചില ടൈമിൽ എനിക്ക് കണ്ണെഴുതുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരും. പിന്നെ ഞാനെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അക്കുലുച്ചിക്കയുടെ സ്ട്രോക്ക് ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിടുമ്പോൾ നല്ല ഗ്ലോ. നമ്മൾ ഫൗണ്ടേഷനൊന്നും ഇട്ടില്ലെങ്കിലും നമ്മുടെ വെർജിൻ സ്കിന്നിലിടുമ്പം നല്ല ഗ്ലോയാണ്. എന്നുവെച്ചാൽ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഈ സംഭവം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഈ സംഭവമൊക്കെ ഇടുമ്പം അത്യാവശ്യം നല്ല ഗ്ലോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവില്ല, അത്യാവശ്യം നല്ല ഗ്ലോ ഇല്ലേ. അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 540 അത്ര എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഇത് നൈക്കയുടെ ഐ ഷാഡോ പാലറ്റാണ്. ഞാൻ പൊതുവെ ആ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഇടാറുള്ളൂ, എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും അങ്ങനെ ഇടും, നിർബന്ധമില്ല. പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെന്നറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദ ലാസ്റ്റ് വൺ, ഇത് മിലാനിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാൻ നൈക്കയിൽ എൻ്റെ ഡിസ്കൗണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ഷെയ്ഡ് എലഗൻറ്റ് 11. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ പോയപ്പം അവിടുത്തെ ആൻറ്റി ഇട്ട് തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചത് ഏത് ഷെയ്ഡാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞ ഷെയ്ഡാണ്. ഇപ്പം നൈക്കയിൽ പിങ്ക് സെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 1400. പക്ഷേ എനിക്കിത് 700 സംതിങ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഒരു പൊട്ടൊക്കെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ സെറ്റിംഗ് സ്പ്രേ സംഭവങ്ങളൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് ഞാൻ എടുത്ത ഒരു ലുക്കാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഇത്രയെങ്കിലും സെറ്റാക്കിയത്. സോ നമ്മുടെ കയ്യിൽ ഉള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റ് വെച്ച് ചെയ്തതാണ് ഈ ഒരു ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.